ബഹുമാനപ്പെട്ട റംബാശന്മാർ, വൈദിക ശ്രേഷ്ഠൻ, പ്രിയ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു വെള്ളിയാഴ്ചയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വെള്ളിയാഴ്ച കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം. പാപമില്ലാത്തവനായ യേശു തമ്പുരാൻ പാപികളായ നമ്മൾക്ക് വേണ്ടി, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പരമയാഗമായി ഗോകുൽത്തായുടെ മലയിൽ തനിക്ക് വേണ്ടിയല്ല, തൻ്റെ കുഞ്ഞാടുകൾക്ക് വേണ്ടി ബലിയായി തീർന്ന ഒരു തമ്പുരാനെയാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. മതങ്ങൾക്ക് വേണ്ടി പരസ്പരം കലഹിച്ച് മരണമടയുന്ന സംഭവങ്ങൾ നമ്മൾ ചരിത്രത്തിൽ ഒട്ടനവധി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ മതങ്ങൾക്ക് വേണ്ടിയല്ല, മനുഷ്യവർഗം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി തന്നെത്താൻ ബലിയായി തീരുന്ന പുത്രൻ തമ്പുരാനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ദിവസം ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നാം നമ്മോട് തന്നെ ഒരു 3-4 ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആരാണ് ഈ ക്രൂസിൽ കിടക്കുന്ന എന്നുള്ള ഒരു ചോദ്യം. ആരാണ് ഈ ക്രൂസിൽ കിടക്കുന്ന എന്ന ഒന്നാമത്തെ ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കുക. രണ്ടാമത്തെ ചോദ്യം, എന്താണ് ഈ കുരിശ് എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരിക്കലും ചേരാൻ പാടില്ലാത്ത 2 വസ്തുക്കൾ തമ്മിൽ ചേർന്നത് എന്തിന്. നാലാമത്തെ, അത് എൻ്റെ ജീവിതത്തിൽ എന്ത് രൂപാന്തരം വരുത്തി എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നാലാമത്തെ ചോദ്യമാണ് നമുക്ക് പ്രധാനമായി വേണ്ടത്. അത് എൻ്റെ ജീവിതത്തിൽ എന്ത് രൂപാന്തരം വരുത്തി എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ബറാബാസിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് വേണ്ടി തനിക്ക് പകരം ക്രൂസിലേക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിലുപരി അദ്ദേഹത്തിന് മറ്റൊരു സ്വഭാവവിശേഷണവും ക്രിസ്തുവിൽ കാണാൻ സാധിക്കുകയില്ല. യഹൂദ മതമേലധ്യക്ഷന്മാരുടെ പ്രകാരം ഒരു മതദ്രോഹിയായ ഒരു വ്യക്തി ക്രൂശിക്കപ്പെട്ടു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രൂശിൽ പിടയുന്ന അവസ്ഥയിലും ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹ വായ്പകളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രൂശിൽ പിടയുന്ന അവസ്ഥയിലും മാതാവിനെ, യോഹന്നാനെ പരമേൽപ്പിച്ചുകൊണ്ട് മാതാവിനോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ മാതാവ്. ക്രൂശിൽ പിടയുന്ന അവസ്ഥയിലും സ്നേഹത്തിൻ്റെ വലിയൊരു അവസ്ഥയാണ് നമുക്ക് ക്രിസ്തുവിലൂടെ കാണുവാൻ സാധിക്കുന്നത്. തലയിൽ മുൾക്കിരീടവും തോളിൽ കുരിശുമേന്തി പോകുന്ന സമയത്തും തന്നെ ചൊല്ലി കരയുന്ന എബ്രായ സ്ത്രീകളോട് ക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ എന്ന് ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വേദനയുടെ നടുവിലും പീഡനത്തിൻ്റെ നടുവിലും സ്നേഹത്തിൻ്റെ അളവറ്റ കാരുണ്യം നമ്മൾക്ക് വേണ്ടി ചൊരിയുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കാത്തത്. പ്രകടമാക്കാത്ത സ്നേഹം ക്ലാവ് പിടിച്ച നാണയശേഖരം പോലെയാണെന്നാണ് പ്രശസ്ത എഴുത്തുകാരി കമലാ സുരയ്യ പറയുന്നത്. ആ ഒരു പ്രകടമാക്കാത്ത സ്നേഹത്തെ അല്ല നമുക്ക് കാണുവാൻ, നമുക്ക് വേണ്ടി പ്രകടമാക്കുന്ന സ്നേഹത്തെയാണ് ക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെയും 7 അപ്പം കൊണ്ട് 4000 പേരെയും പോഷിപ്പിച്ച ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ സമയത്ത് അവൻ്റെ ക്രൂശിൻ്റെ പിന്നാലെ എത്ര പേരുണ്ടായിരുന്നു എന്ന് നാം ഒന്ന് ചിന്തിക്കുക. അവനിൽ നിന്ന് സകലവിധ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന നാം ഓരോരുത്തരും അവൻ്റെ ക്രൂശിൻ്റെ അവസ്ഥയിൽ, അവൻ്റെ ക്രൂശിൻ്റെ പിന്നാലെ നാം ഓരോരുത്തരും പോകുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇസ്കരിയോത്തായ യൂദായുടെ ജീവിതം വളരെ പരിതാപകരമായിരുന്നു. വെറും 30 വെള്ളിക്കാശിന് വേണ്ടി ജീവന്റെ നാഥനായ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത ഇസ്കരിയോത്തായ യൂദായെയാണ് നമുക്ക് വേദപുസ്തകത്തിൽ കൂടി കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇസ്കരിയോത്തായ യൂദായുടെ പേര് മറ്റ് ശിഷ്യന്മാരുടെ പേരുകളുടെ കൂട്ടത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ടിരുന്ന പേരായിരുന്നു. എന്നാൽ തൻ്റെ പ്രവൃത്തിയുടെ ഫലമായി തങ്കലിപികൾക്ക് പകരം മാലിന്യത്താൽ എഴുതപ്പെട്ട പേരാണ് യൂദായുടേത്. മറ്റ് ശിഷ്യന്മാരുടെ പ്രത്യക്ഷ സൗഭാഗ്യങ്ങൾ ഒരുപാട് മറ്റു ശിഷ്യന്മാർ അനുഭവിച്ചപ്പോൾ ആ കൂട്ടത്തിൽ യൂദായും ഒത്തിരിയേറെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച യൂദായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ആ സൗഭാഗ്യങ്ങളെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റുന്ന യൂദായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മറ്റു ശിഷ്യന്മാർക്ക് പല കുറവുകൾ ഉണ്ടായിരുന്നു എങ്കിലും അവർ ആ കുറവുകളെ പരിഹരിച്ച് ക്രിസ്തുവിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ ദൈവസ്നേഹത്തിൻ്റെ കാരുണ്യത്താൽ അവർ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുകയും ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി രക്തസാക്ഷിയായി തീരുകയും ചെയ്യുന്നതായി നാം കാണുന്നുണ്ട്. എന്നാൽ യൂദായ്ക്ക് പരാജയമേറ്റപ്പോൾ യൂദാ ക്രിസ്തുവിലേക്ക് തിരിയാതെ ആ 30 വെള്ളിക്കാശിലെ കിലുക്കത്തിലും തിളക്കത്തിലും അവൻ്റെ കണ്ണുകളായിരുന്നാലാണ് അവൻ മരണത്തിന് കീഴടങ്ങേണ്ട വന്നത്. ആർക്കും ഒരു പ്രയോജനമില്ലാത്ത ജന്മമായി മാറിയ യൂദായാണ് നമുക്ക് ഈ ദിവസങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ യൂദാ ആ പണവുമായി ചെല്ലുന്നത് ക്രിസ്തുവിൻ്റെ അടുക്കലേക്കല്ല, മറിച്ച് തന്നെ ഒറ്റുവാൻ വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുത്ത ഗുരുവിൻ്റെ ശത്രുക്കളുടെ മുമ്പിലേക്കാണ് യൂദാ എത്തുന്നത്. അവൻ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു തന്നതിനാൽ പാപം ചെയ്തു,
ആ പാപം ചെയ്തു എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നിട്ട് കൂടി ക്രിസ്തുവിലേക്ക് അടുക്കാതെ, ക്രിസ്തുവിൻ്റെ പിന്നടികളെ പിന്നിടാതെ, അവനിൽ നിന്ന് വ്യതിചലിച്ച് മറ്റു ഇതിലേക്ക് മാറുന്ന യൂദായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മറ്റു ശിഷ്യന്മാരെ പോലെ തന്നെ ഒത്തിരിയേറെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയുമായിരുന്നു യൂദ. യൂദ അനുഭവിച്ച സൗഭാഗ്യങ്ങളെ പറ്റി നാം ചിന്തിക്കുകയാണെങ്കിൽ, ഒന്നാമതായി യൂദ അനുഭവിച്ച സൗഭാഗ്യം പ്രത്യക്ഷമായ അറിവിൻ്റെ സൗഭാഗ്യമാണ്. പ്രത്യക്ഷമായ അറിവിൻ്റെ സൗഭാഗ്യമാണ് യൂദ ഒന്നാമതായി അനുഭവിച്ച സൗഭാഗ്യം. നൂറ്റാണ്ടുകളായി യഹൂദന്മാർ മെസ്സിഹായുടെ വരവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ, മെസ്സിഹ വന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ ഒരാളായി അവൻ്റെ പിന്നടികളെ പിന്നിടുവാനും അവൻ്റെ മാർഗത്തിൽ കൂടി സഞ്ചരിച്ച് അവൻ്റെ വേലക്കാരനായി തീരുവാനും അനുഭവിച്ച ഒരു സൗഭാഗ്യം യൂദായിക്ക് ലഭിച്ചു. എന്നാൽ ആ സൗഭാഗ്യത്തെ ഇട്ടെറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് അകന്ന് പാപത്തിന്റെ വഴിയിൽ ക്രിസ്തുവിനെ ഒറ്റുന്നവനായ യൂദായായി മാറപ്പെടുന്ന യൂദായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കും ഇതുപോലെ അനേക സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ക്രിസ്തുവിനെ രുചിച്ചറിയാനുള്ള ഒരു സൗഭാഗ്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ ക്രിസ്തുവിനെ നാം വേണ്ട വിധത്തിൽ രുചിച്ചറിയുവാനും അവൻ്റെ ആ ഒരു അറിവിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സകലവിധ കാര്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം. രണ്ടാമതായി യൂദ അനുഭവിച്ച സൗഭാഗ്യം എന്ന് പറയുന്നത് പ്രത്യക്ഷമായ പങ്കാളിത്തത്തിന്റെ സൗഭാഗ്യമാണ് യൂദ അനുഭവിച്ചത്. കർത്താവിന്റെ പരസ്യവേല ശുശ്രൂഷയിൽ മറ്റു ശിഷ്യന്മാരെ പോലെ തന്നെ, പരസ്യ വ്യാപാരകാലത്ത് മറ്റു ശിഷ്യന്മാരെ പോലെ തന്നെ വേലയ്ക്കായി നിയോഗിക്കപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു യൂദായും. എന്നാൽ ആ പ്രത്യക്ഷമായ സൗഭാഗ്യത്തെ കളഞ്ഞുകൊണ്ട് 30 വെള്ളിക്കാശിന് വേണ്ടി ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മറ്റു ശിഷ്യന്മാർ അനേക നാടുകളിൽ പോയി ക്രിസ്തുവിന് വേണ്ടി സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ യൂദായുടെ ജീവിതം വെറും 30 വെള്ളിക്കാശിന്റെ കിലുക്കത്തിൽ കയറിൽ തൂങ്ങി തീരുന്നതായി നാം കാണുന്നുണ്ട്. എന്നാൽ മറ്റു ശിഷ്യന്മാരുടെ ജീവിതമോ കൂടുതൽ ശ്രേഷ്ഠമായി തീരുന്നതായും കാണുന്നുണ്ട്. മൂന്നാമതായി യൂദ അനുഭവിച്ച ഒരു സൗഭാഗ്യമാണ് പ്രത്യക്ഷമായ ഉത്തരവാദിത്വത്തിന്റെ സൗഭാഗ്യം. യൂദ ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ ഒരു സാധാരണക്കാരനായില്ല. അവരുടെ കൂട്ടത്തിലെ പണസഞ്ചി സൂക്ഷിപ്പുകാരനായിരുന്നു യൂദ. സാധാരണ പണം സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് നാം വിശ്വസ്തരായ ആൾക്കാരെ. ക്രിസ്തുവിനെ ഏറ്റവും വിശ്വസ്തനായ ശിഷ്യനായിരുന്ന യൂദ എന്തുകൊണ്ട് അവിശ്വസ്തനായി മാറപ്പെട്ടു എന്ന് നാം ഒന്ന് ചിന്തിക്കണം. വെറും 30 വെള്ളിക്കാശിന് വേണ്ടിയാണ് തൻ്റെ ഗുരുവിനെ ഒറ്റത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 29-ാം വാക്യത്തിൽ യൂദായുടെ ആ ഒരു സൗഭാഗ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പണസഞ്ചി യൂദായുടെ പക്കലാകയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രന്മാർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കും എന്ന് ചിലർക്ക് തോന്നി. യേശു അവനിൽ വിശ്വാസം അർപ്പിച്ചിരുന്നത് കൊണ്ടാണ് യേശു അവൻ്റെ കയ്യിൽ പണസഞ്ചി ഏൽപ്പിച്ചത്. പണമാണ് പലപ്പോഴും മനുഷ്യനെ നാശത്തിലേക്ക് കൂപ്പുകുത്തിക്കുന്നത് എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. ജീവിതത്തിന്റെ പദവികളും ശ്രേഷ്ഠമായ സ്ഥാനങ്ങളും ദൈവം നമുക്ക് തരുമ്പോൾ ദൈവത്തിന്റെ വേലയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പണത്തിന്റെ കിലുക്കത്തിൽ മാത്രം നമ്മുടെ ജീവിതം നശിപ്പിക്കാതെ ക്രിസ്തുവിലേക്ക് പിന്നിട്ടുകൊണ്ട്, ക്രിസ്തുവിന്റെ പിന്നടികളെ പിന്നിട്ടുകൊണ്ട് അവന്റെ ക്രൂശിനെ സഹിച്ചുകൊണ്ടും വഹിച്ചുകൊണ്ടും ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാവുകയുള്ളൂ എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. യൂദായെക്കുറിക്ക് 2-3 വൈകല്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. യൂദ ഏത് നന്മയിലും കുറ്റം കാണുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. ഏത് നന്മയിലും കുറ്റം കാണുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു യൂദ. സുവിശേഷത്തിന്റെ താളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിന്റെ കാലിൽ വിലയേറിയ തൈലത്താൽ അഭിഷേകം ചെയ്യുന്ന പാപിനിയായ സ്ത്രീയുടെ ആ സംഭവകഥ. എന്നാൽ ക്രിസ്തുവിന്റെ ആ ഒരു അവസ്ഥയിൽ കാണാതെ ആ തൈലത്തിന്റെ വിലയിൽ കണ്ണു നട്ട യൂദായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ തൈലത്തിന്റെ വില കൊണ്ട് ദരിദ്രർക്ക് സഹായം ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു മനോസ്ഥിതിയാണ് യൂദായിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മളുടെ മനസ്ഥിതിയുമായി ചിന്തിച്ചു നോക്കുമ്പോൾ ഏത് നന്മയിലും ഒരു തിന്മയെ മാത്രം നോക്കുന്ന നമ്മുടെ ഓരോ മനോഭാവങ്ങളും യൂദായുടെ മനോഭാവങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലേ എന്നൊന്ന് ചിന്തിക്കുക. ഏതൊരു നന്മ കണ്ടാലും അതിൽ തിന്മയുടെ വശങ്ങളുണ്ട്, അല്ലെങ്കിൽ തിന്മ അതിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന ഓരോ മനസ്ഥിതിയിൽ കൂടിയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. ആ ഒരു ചിന്താഗതിക്ക് മാറ്റമുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരു രൂപാന്തരത്തിന്റെ അവസ്ഥ ഈ ദുഃഖവെള്ളിയാഴ്ച ഉണ്ടാകുകയുള്ളൂ. നന്മയിലും തിന്മയെ കാണാതെ, നന്മയിൽ തിന്മയെ കാണാതെ, നന്മയിൽ നന്മയെ മാത്രം കണ്ടുകൊണ്ട് അവന്റെ രാജ്യത്തിന്റെ വേലക്കാരായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. യൂദായെക്കുറിക്ക് 2-ാമത്തെ വൈകല്യമാണ് വെളിച്ചത്തിന്റെ അരികിൽ നടന്നിട്ടും ഇരുട്ടിനെ പൂജിച്ചവനായിരുന്നു യൂദ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് അരുളി ചെയ്തവനായ ക്രിസ്തുവിന്റെ പ്രകാശവാഹകരായ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പ്രകാശത്തിന്റെ വാഹകനായ യൂദ ഇരുട്ടിനെ പൂജിച്ചുകൊണ്ട് പാപത്തിന്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട് തൻ്റെ ശിഷ്യന്മാർ
തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദായെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ചിന്താഗതികളും സമീപനങ്ങളും എപ്രകാരമാണ് എന്നൊന്ന് നാം ചിന്തിക്കുക. നമ്മുടെ ആലോചനകളും ചിന്തകളും സാത്താൻ പാർക്കാനുള്ള കൂടാരങ്ങളായി തീരുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കുക. ക്രിസ്തു എന്ന പ്രകാശത്തിൽ വസിക്കേണ്ട നാം ഓരോരുത്തരും ക്രിസ്തു എന്ന പ്രകാശത്തിൽ നിന്നകന്ന്, ക്രൂസ് എന്ന പ്രകാശത്തിൽ നിന്നകന്ന്, ക്രൂസ് എന്ന സ്നേഹത്തിൽ നിന്ന് അകന്ന് ഇരുട്ടിനെ പൂജിക്കുന്നവരായി തീരുന്നുണ്ടോ നാം എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ക്രിസ്തു എന്ന പ്രകാശത്തിൽ നിന്ന് അകന്ന് കൂരിരുട്ടിനെ പൂജിക്കുന്ന, അല്ലെങ്കിൽ വെള്ളിക്കാശിന് വേണ്ടി നാം ഇരുട്ടിനെ പൂജിക്കുന്നവരായി തീരുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കുക. യൂദായിക്ക് മാനസാന്തരത്തിന്റെ അവസരങ്ങൾ ദൈവം തമ്പുരാൻ അനവധി നൽകുന്നതായി നാം കാണുന്നുണ്ട്. എന്നാൽ ആ മാനസാന്തരത്തിന്റെ അവസ്ഥയെ തൃണവൽക്കരിച്ചുകൊണ്ട് ക്രൂസിന്റെ അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെടുന്ന യൂദായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാനസാന്തരത്തിന് അവസരം നൽകുന്നവനാണ് ദൈവം തമ്പുരാൻ. പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ, തെറ്റിൽ നിന്ന് പിന്തിരിയുവാനുള്ള അവസരങ്ങൾ നൽകുന്ന ദൈവം തമ്പുരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ 12 പേരെയല്ലോ ഞാൻ തെരഞ്ഞെടുത്തത്, എങ്കിലും നിങ്ങൾ ഒരുവൻ പിശാചാണ് എന്ന് മുന്നറിയിപ്പും ക്രിസ്തു നൽകുന്നുണ്ട്. നിങ്ങൾ 12 പേരെയാണ് ഞാൻ തെരഞ്ഞെടുത്തത്, എങ്കിലും 12 പേരിൽ ഒരാൾ പിശാചാണ് എന്ന് മുന്നറിയിപ്പ് നൽകുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ഒരു അറിവിലൂടെ യൂദായ്ക്ക് രൂപാന്തരം സംഭവിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് യൂദ വരുന്നുണ്ടെങ്കിൽ വന്നുകൊള്ളട്ടെ എന്ന ഒരു മനസ്ഥിതിയോടെയാണ് ക്രിസ്തു അത് പറയുന്നത്. എന്നാൽ ആ ഒരു മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് എത്താതെ പാപത്തിന്റെ അവസ്ഥയിലേക്ക് മാറ്റി ക്രിസ്തുവിൽ നിന്നകന്ന് കൂരിരുട്ടിന്റെ അവസ്ഥയിലേക്ക് പോകുന്ന യൂദായെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തെറ്റുതിരുത്തുവാൻ നമുക്കും ദൈവം തമ്പുരാൻ ഓരോ അവസരങ്ങൾ തരാറുണ്ട്. ആ അവസരങ്ങളെ നാം വേണ്ട വിധം വിനിയോഗിക്കാറുണ്ടോ? ആ അവസ്ഥയിൽ നിന്ന് രൂപാന്തരത്തിന്റെ അവസ്ഥയിലേക്ക്, ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് പ്രകാശത്തിന്റെ അവസ്ഥയിലേക്ക് നാം എത്തപ്പെടുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് മനം തിരിഞ്ഞ് ക്രിസ്തുവിലേക്ക് അടുത്തപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹകാരുണ്യത്താൽ അവൻ ശിഷ്യന്മാരിൽ പ്രമുഖനായി എണ്ണപ്പെട്ടു. എന്നാൽ യൂദായുടെ ജീവിതം നേരെ മറിച്ചായിരുന്നു. അവൻ ക്രിസ്തുവിലേക്ക് അടുക്കാതെ യഹൂദ പ്രമാണികളിലേക്ക് അടുത്ത യൂദായെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശു ചൂടിയ മുൾക്കുരീടത്തിലെ ഓരോ മുള്ളുകളും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. നമ്മുടെ സ്വയനീതീകരണത്തിന്റെയും നന്മയിൽ തിന്മയെ കാണുന്ന മനസ്ഥിതിയുടെയും സാമ്പത്തികമായ നമ്മുടെ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തിന്മയുടെ മുള്ളുകളായിരുന്നു ക്രിസ്തുവിന്റെ ക്രൂസിലുണ്ടായിരുന്നത്. ഗോകുൽത്തായിൽ ഉയർന്ന 3 കുരിശുകളെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമതായി ഉയർന്ന കുരിശ് മഹത്വത്തിന്റെ കുരിശാണ്. അതായത് ക്രിസ്തുവിന്റെ കുരിശാണ് മഹത്വത്തിന്റെ കുരിശ്. രണ്ടാമത്തെ കുരിശ് അനുതാപത്തിന്റെ കുരിശ്. വലതുഭാഗത്തെ കള്ളൻ തന്റെ രൂപാന്തരം, അല്ലെങ്കിൽ താൻ പശ്ചാത്തപിച്ച് ക്രിസ്തുവിലേക്ക് ചേരുന്ന ആ ഒരു കുരിശ്, അനുതാപത്തിന്റെ കുരിശ്. മൂന്നാമത്തെ കുരിശിന് ഉടമകളാണോ നാം ഓരോരുത്തരും എന്ന് ചിന്തിക്കുക. നാശത്തിന്റെ കുരിശ്. ഇടതുഭാഗത്തെ കള്ളന്റെ കുരിശയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇടതുഭാഗത്തെ കള്ളൻ തൻ്റെ പാപത്തെ മറച്ചു വെക്കുകയും ക്രിസ്തുവിന് വേണ്ടി, അല്ലെ ക്രിസ്തുവിനെ ദുഷിച്ചു പറയുന്ന ആ ഒരു അവസ്ഥയാണ് ഇടതുഭാഗത്തെ കള്ളന്റെ അവസ്ഥ. നാശത്തിന്റെ കുരിശിൽ നിന്ന് നാം രക്ഷയുടെ കുരിശിലേക്ക്, അല്ലെങ്കിൽ പശ്ചാത്താപത്തിന്റെ കുരിശിലേക്ക്, അല്ലെങ്കിൽ അനുതാപത്തിന്റെ കുരിശിലേക്ക് നാം ഓരോരുത്തരും എത്തപ്പെടണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു രൂപാന്തരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം നാം ചിന്തിക്കണം. നമ്മുടെ സമീപനങ്ങൾ എപ്രകാരമാണ് എന്ന് നാം ഒന്ന് ചിന്തിക്കുക. നന്മയിലും തിന്മകളെ മാത്രം കാണുന്ന മനോസ്ഥിതിയാണോ? ക്രിസ്തുവിനെ മറന്ന്, പ്രകാശത്തിന്റെ വാഹകനായ ക്രിസ്തുവിനെ മറന്ന് ഇരുട്ടിന്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്കാണോ നാം മാറ്റപ്പെടുന്നത് എന്നുള്ള ഒന്ന് ചിന്തിക്കുക. ഈ ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ നിന്നകന്ന് ഇരുട്ടിന്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടാതെ ക്രിസ്തു എന്ന പരമപ്രകാശത്തിൽ അവന്റെ ക്രൂസിന്റെ ചുറ്റിൽ നിന്നുകൊണ്ട് ആർക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ടുള്ള എന്നുള്ള ബോധ്യം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ട എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി ആ ക്രൂസിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവന്റെ വേദനകളെയും പീഡനങ്ങളെയും സഹനങ്ങളെയും നമ്മൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടി നാം ജീവിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ദുഃഖവെള്ളിയാഴ്ച കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു രൂപാന്തരം ഉണ്ടാവുകയുള്ളൂ. ക്രൂശിൽ പിടയുന്നവനായ തമ്പുരാനെ നോക്കി, എന്റെ നാഥ, എനിക്ക് വേണ്ടി നീ ക്രൂശ് മരിച്ചു, പാപത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു എന്നുള്ള ഒരു മനസ്ഥിതി നമ്മുടെ മനസ്സിലുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ രൂപാന്തരത്തിന് ഒരു പൂർണ്ണതയിലെത്താൻ സാധിക്കുകയുള്ളൂ. ക്രൂസിന്റെ മുന്നിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ക്രൂസിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ പീഡനങ്ങൾ നമ്മൾക്ക് വേണ്ടിയാണ് പീഡ സഹിച്ചത് എന്നുള്ള ബോധ്യത്തോടുകൂടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത് എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥവത്താവുകയുള്ളൂ. കേവലം സാമ്പത്തിക മോഹങ്ങൾക്ക് വേണ്ടി മാത്രം പോകാതെ ക്രിസ്തുവിന്റെ ക്രൂശിനെ വഹിച്ചുകൊണ്ട്, ക്രൂശിന്റെ പിന്നടികൾ പിന്നിട്ടുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ.